CBSE +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വാർത്തയുടെ വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, എങ്ങനെയുണ്ട് വിജയ ശതമാനം? എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ +2 വിജയശതമാനം പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിജയ ശതമാനമുണ്ട്. 0.65% വർധനയാണ് ഇത്തവണത്തെ +2 CBSE ഫലപ്രഖ്യാപനം വരുമ്പോൾ കാണാൻ കഴിയുന്നത്. മൊത്തത്തിലുള്ള വിജയ ശതമാനം 87.98%. ഇതിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കാണ് 99.91%. തിരുവനന്തപുരം ജില്ലയുടെ ശതമാനക്കണക്ക്. അതിന് തൊട്ട് പിന്നിൽ വിജയവാഡയാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലും ഇത്തവണയും പെൺകുട്ടികളുടെ വിജയ ശതമാനത്തിലാണ് കൂടുതലൊരു വർധന കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഫലം CBSE വെബ്സൈറ്റുകളിൽ വന്നതിന് പിന്നാലെ കുട്ടികളൊക്കെ തന്നെയും ഈ ഫലപ്രഖ്യാപനത്തിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വിജയ ശതമാനത്തിലുള്ള വർധന കേരളത്തെ സംബന്ധിച്ചും വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കാം. 87.98% ഇത്തവണത്തെ വിജയ ശതമാനം. നീലിമ, അതായത് 95% മുകളിൽ മാർക്കുകൾ നേടിയത് 24,000 വിദ്യാർത്ഥികളാണ്. അതുപോലെ 1.16 ലക്ഷം കുട്ടികൾ 90% മുകളിൽ വിജയം കൈവരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സ്വാതി, നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ CBSE ഫലങ്ങൾ വരുമ്പോൾ വളരെ അഭിമാനകരമായൊരു നേട്ടമാണ് ഈ തിരുവനന്തപുരം സെക്ടർ കൈവരിക്കാറുള്ളത്. അത്തരത്തിലുള്ള മേഖല തിരിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടോ? കഴിഞ്ഞ തവണകളിലെല്ലാം തിരുവനന്തപുരം സെക്ടറാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ വിജയ ശതമാനത്തിൻ്റെ കാര്യത്തിൽ. ഇത്തവണ മാറ്റമുണ്ടോ? അത്തരം വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ ഇപ്പോൾ? നീലിമ, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയ്ക്ക് വലിയ ഒരു നേട്ടം തന്നെ കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന വാർത്തകളാണ്. ഓരോ സ്കൂളുകൾ തിരിച്ചുള്ള ശതമാന കണക്കുകളൊക്കെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ആ ശതമാന കണക്കുകൾ പുറത്തു വരുന്നതിനനുസരിച്ച് ആ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ 99.91% വിജയ ശതമാനം ഉള്ളത്. 0.65% വർധനവ് എന്തായാലും ഇത്തവണത്തെയും പരീക്ഷാ ഫലത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. CBSE +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.